ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന അവിടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ തൂക്കുന്നതും തുടയ്ക്കുന്നതൊക്കെ വിഷമത്തോടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ബാലൻ കേട്ടോ. ബാലനാണെങ്കിൽ അലീനയുടെ മുഖത്ത് നോക്കാനും പറ്റുന്നില്ല. ആകെ ഒരു സങ്കടവും ഭയങ്കര ഒരു വിഷമവും ഒക്കെ ആയിട്ട് ഇങ്ങനെ അലീനെ തന്നെ നോക്കി നിന്നു. അപ്പോൾ അലീന ഇങ്ങനെ മേശയൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ബാലനെ കണ്ടു. ബാലൻ അന്നേരം ഇങ്ങനെ അലീനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ചിരിച്ചു. സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അലീന ചോദിക്കുമ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു. നീ ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ കഴിച്ചോളാം, ഇനി സമയം വൈകിപ്പിക്കാതെ കഴിക്കുക. അമ്മയ്ക്ക് കൊടുത്തോ? കൊടുത്തോ എന്ന് പറഞ്ഞു. എന്നാൽ വേഗം ഫുഡ് എടുത്ത് കഴിക്കാൻ പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു അലീന അടുക്കളയിലോട്ട് പോയിട്ടോ. അലീന അടുക്കളയിലോട്ട് പോയിട്ട് പിന്നെയും ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ആ നേരത്തിനാണ് നമ്മുടെ ബാലനകത്തേക്ക് കയറുന്നതും ഡ്രസ്സൊക്കെ മാറുന്നതും. കാരണം ഇനി കടയിലേക്ക് പോകാനായിട്ട് ബാലന് പറ്റുന്നില്ല. ബാലനാണെങ്കിൽ ആകെ തകർന്നു പോയില്ലേ. ബാലൻ എന്നിട്ട് ആകെ വിഷമിച്ച് ഇങ്ങനെ റൂമിൽ കുറേ നേരം ഇരുന്നു. അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി ബാലൻ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴും അലീന ഫുഡ് കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അലീനയാണെങ്കിൽ അടുക്കളയിൽ വീണ്ടും ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ബാലൻ ഇങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ അലീന തിരിഞ്ഞു നിന്ന് അവിടെ കഴുക്കും പേർക്കും ഓരോ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ബാലൻ ചെന്ന് ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു. എന്നിട്ട് അലീന എന്നും പറഞ്ഞ് വിളിച്ചു. എന്തോ എന്നും പറഞ്ഞ് അലീന വേഗം ഇങ്ങോട്ട് വന്നു. എന്താ സാർ എന്നാന്ന് ചോദിക്കുമ്പോൾ നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ കുറച്ച് ജോലികൾ കൂടെ ഉണ്ട്, അത് തീർത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാണെന്ന് പറയുമ്പം നിന്നോട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. നിനക്ക് റെസ്റ്റ് വേണമെന്നും അതുപോലെ നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണമെന്നും ഡോക്ടർ പറഞ്ഞ് നീ മറന്നുപോയോ എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ കുറച്ച് ജോലിയും കൂടെ തീർത്തിട്ട് ഇനിയിപ്പം ജോലിയൊക്കെ അവിടെ കിടക്കണം, നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് അവിടെ പിടിച്ചിരുത്തുക നമ്മുടെ അലീനെ. അപ്പം ഞാൻ കഴിച്ചോളാമെന്ന് അലീന പറഞ്ഞപ്പോഴും നിന്നോട് ഇരിക്കാനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ബാലൻ നിർബന്ധിച്ച് അലീനെ അവിടെ പിടിച്ചിരുത്തി. എന്നിട്ട് അലീനയ്ക്ക് ഫുഡ് ബാലൻ തന്നെ വിളമ്പി കൊടുക്കുക. അപ്പോൾ അലീന ഇതൊക്കെ കണ്ട് അന്താളിപ്പോട് കൂടി ഇങ്ങനെ ഇരിക്കുക. സാറ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളൊരിതിൽ. അതേ, സ്വന്തം ശരീരം നോക്കാൻ സ്വയമേ പറ്റുള്ളൂ, അത് വേറെ ആർക്കും പറ്റില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ എന്നിട്ട് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് അലീനയ്ക്ക് ചോറ് വിളമ്പി കൊടുത്തു. എന്നിട്ട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അലീന ഇങ്ങനെ ഒന്ന് നോക്കി സാറിനെ. എന്താ നോക്കണേ, വാരി കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അലീനയോട് നിർബന്ധിച്ച് പറഞ്ഞ് അലീന ഫുഡ് വാരി കഴിക്കും കേട്ടോ. അപ്പോൾ അലീന അത് വാരി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻ ഇങ്ങനെ അലീനയെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ മനസ്സ് അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മഹത്വമൊക്കെ ആ മനുഷ്യന് മനസ്സിലായി. ആ മനുഷ്യനിങ്ങനെ അലീനയെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ അലീന ഇങ്ങനെ ഫുഡ് വാരി കഴിച്ചു. പക്ഷേ സാറിൻ്റെ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് അടിച്ചു. അപ്പോൾ അലീന ചോദിച്ചു, സാറെന്താ ഇങ്ങനെ നോക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ല, നീ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഭക്ഷണമൊക്കെ ഏകദേശമൊക്കെ അലീന കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതിയെന്നും പറഞ്ഞ് ബാലൻ ഇങ്ങനെ പറയാം. കറക്റ്റ് സമയത്ത് മരുന്ന് കഴിക്കണം, അതുപോലെ തന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണം, വലിയ ജോലിയൊന്നും ചെയ്യാൻ പോകരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം നമ്മുടെ ബാലൻ അങ്ങ് എഴുന്നേറ്റ് പോയി. അപ്പോൾ അലീനയ്ക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിച്ചു. അലീനയ്ക്ക് മനസ്സിലായി ബാലചന്ദ്രൻ സാറിന് മാറ്റമുണ്ട്, എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അലീന അങ്ങ് പോയിട്ടോ. അലീന പോയി കഴിഞ്ഞിട്ട് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് അടുത്ത ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുക. അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശിയുടെ ഫോണിലേക്ക് നമ്മുടെ രേവതിക്കുട്ടി വിളിച്ചു. അപ്പോൾ അങ്ങനെ കോൾ എടുത്തു. മുത്തശ്ശിയുടെ കയ്യിലല്ലേ ഫോണ്. മുത്തശ്ശി കോൾ എടുത്ത് നോക്കിയപ്പോൾ ആരാ മുത്തശ്ശി എന്ന് ചോദിച്ചു. നീ ഇത് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് അലീനയുടെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ അലീന നോക്കുമ്പോൾ രേവതിക്കുട്ടി. അപ്പോൾ രേവതിക്കുട്ടിയാ എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ അതെടുത്ത് ഹലോ വെച്ചു കേട്ടോ. ഹലോ മോളെ, ചേച്ചി അവിടെ എന്തെടുക്കുക? ഞാനിവിടെ മുത്തശ്ശിയുടെ റൂമിലാണ് മോളെ എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ, റെസ്റ്റൊക്കെ എടുക്കുന്നില്ലേ, ചേച്ചിയുടെ വേദനയൊക്കെ കുറഞ്ഞോ, മുറിവൊക്കെ കരിഞ്ഞോ എന്നൊക്കെ ചോദിച്ച് രേവതിക്കുട്ടി ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേദനയൊക്കെ കുറഞ്ഞു, മുറിവൊക്കെ കരിവായി, ചേച്ചി അവിടെ ജോലിയൊന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറയുന്നു കേട്ടപ്പോൾ. ഇല്ല, ഞാൻ അങ്ങനെ ജോലിയൊന്നും ചെയ്യുന്നില്ല, എന്നെ അങ്ങനെ ഇവിടെ സാറൊന്നും സമ്മതിക്കുന്നില്ല ജോലിയൊന്നും ചെയ്യാനായിട്ട്, അതുകൊണ്ട് വലിയ കാര്യമായിട്ട് വലിയ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ ഇതുവരെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ബാലചന്ദ്രൻ സാറിന് എന്തോ സംശയമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു, സാർ അതേ രീതിയിലൊക്കെ എന്നോട് സംസാരിച്ചതെന്ന് അലീന പറയുമ്പോൾ മുത്തശ്ശി പെട്ടെന്നത് നോട്ട് ചെയ്തു. മുത്തശ്ശി എന്നിട്ട് അലീന ഇങ്ങനെ നോക്കുക, സംശയം ഉണ്ടെന്നോ, അപ്പോൾ എന്തോ ഒന്നുണ്ടല്ലോ എന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി. അപ്പോൾ ചേച്ചി എന്തിനാ ഇനി അത് വെച്ച് താമസിപ്പിക്കുന്നേ, ചേച്ചി ഞാൻ പറഞ്ഞതുപോലെ ബാലചന്ദ്രൻ സാറിനോട് അതൊക്കെ പറ, എന്നാൽ മാത്രമേ ചേച്ചിക്ക് അവിടെ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ചേച്ചി അവിടെ നിൽക്കരുത്, ചേച്ചി അവിടെ നിന്ന് പോരേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അലീന പറഞ്ഞു, നോക്കട്ടെ, ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ച കൂടി, അതും കൂടെ കഴിഞ്ഞതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം, എന്തായാലും ഞാൻ പറയാതെ ഒന്നും ഇരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ പറയാം. പക്ഷേ ബാലചന്ദ്രൻ സാറിൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു.
എന്നാൽ ശരി മോളെ, എന്നിട്ട് വിശേഷമൊക്കെ പറഞ്ഞു. ശരി മോളെ, അപ്പോൾ ശരി ചേച്ചി, എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. വിളിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ശരി മോളെ എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു. ഫോൺ അലീന മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുത്തപ്പം എന്നതാടി കൊച്ചേ നീ ആരോടും പറഞ്ഞില്ല എന്ന് പറഞ്ഞതെന്ന് മുത്തശ്ശി ചോദിക്കുക. എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ അലീനയ്ക്ക് പെട്ടെന്ന് വല്ലാണ്ടായി. പ്രശ്നമോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അല്ല, നീ ഇപ്പോൾ രേവതിക്കുട്ടിയോട് എന്താ പറഞ്ഞത്? സാറിനോട് ഇവിടെ ആരോടും പറഞ്ഞില്ല, ഒരാഴ്ച നോക്കുമെന്നൊക്കെ എന്താ പറഞ്ഞത്? എന്തെങ്കിലും നീ ഞങ്ങളറിയാതെ മറച്ചു വെക്കുന്നുണ്ടോടി കൊച്ചേ? ഉണ്ടെങ്കിൽ പറയടി മോളെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. നിനക്ക് മുറിവ് പറ്റിയതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക. എന്ത് കാരണം? ഒരു കാരണവും ഇല്ല എൻ്റെ മുത്തശ്ശി. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ മുത്തശ്ശിയോട് പറയാം. അങ്ങനെ അതും പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അലീന ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ മുത്തശ്ശിക്ക് മനസ്സിലായി എന്തോ ഒന്നുണ്ട് എന്നുള്ളത്. മുത്തശ്ശി അതിങ്ങനെ നോട്ട് ചെയ്യുകയും ചെയ്തല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാലചന്ദ്രൻ റൂമിൽ പോയിരുന്നിട്ട് നമ്മുടെ മനുവിനെ വിളിക്കുക കേട്ടോ. അപ്പോൾ ഹലോ എന്നും പറഞ്ഞ് വിളിച്ചു. എന്താ അങ്കിളെ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എടുത്ത വഴി മനു അതാ ചോദിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഇപ്പോൾ നിലവിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഞാനിവിടെ ഉണ്ട്, നീ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞു. എന്തിനാ അങ്ങളെ, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ കാര്യമൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ പറയാം, നീ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞു. ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു. അലീനയ്ക്ക് എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ വാടാ ഞാൻ പറയാമെന്നും ബാലൻ ഇങ്ങനെ മനുവിനോട് പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര വെപ്രാളവും ടെൻഷനുമായി നമ്മുടെ മനുവിന്. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ഓർത്ത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വരാം അങ്കിളേന്ന് പറഞ്ഞു. അങ്ങനെ അലീനയെ പറ്റിയുള്ള ആ ഒരു ആദ്യ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ബാലൻ വിളിച്ച ഉടനെ തന്നെ മനു ഇവിടുന്ന് പോരാനും തയ്യാറാവുക. ഈ സമയത്ത് ബാലൻ രണ്ടും കൽപ്പിച്ചാണ് വീട്ടിലിരിക്കുന്നത്. അപ്പോൾ അലീനയുടെ വയറിൽ കുത്തിക്കയറ്റിയ കത്രികയൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തിരുന്നല്ലോ, അതൊരു കവറിലാക്കിയാണ് കൊടുത്തിരുന്നത്. ആ കവറൊക്കെ എടുത്ത് ഇതെല്ലാം സ്വരുക്കൂട്ടി ഇങ്ങനെ വെച്ച് അവിടെ ഇരിക്കുവാണ് മനുവായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മനു വീട്ടിലേക്ക് വന്നു. കോളിംഗ് ബെൽ അടിച്ചു. അലീന വന്ന് ഡോറ് തുറന്നപ്പോൾ അതേ മനുവേട്ടൻ. ഇതാരും മനുവേട്ടനോ? മനുവേട്ടൻ എന്താ പെട്ടെന്ന്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അലീന എന്ന് ചോദിച്ചപ്പം എനിക്കെന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല, ബാലചന്ദ്രൻ സാർ ഇവിടെ ഉണ്ടെന്ന് അലീന പറയാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കയറി വാ മനുവേട്ടാന്ന് പറഞ്ഞു. മനു കയറി ചെന്നു. അപ്പോഴേക്കും ബാലൻ ഇറങ്ങി വന്നു. മനു നീ വന്നോ, വാ ഇരിക്കുമെന്നും പറഞ്ഞു വിളിച്ചവിടെ ഇരുത്തി. അപ്പോൾ അലീനയോട് കുടിക്കാൻ എടുക്കാൻ പറഞ്ഞു. അലീന അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ മനു അവിടെ വന്നിരുന്ന സമയത്ത് എന്തിനാ അങ്കിൾ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു, എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുക. കാര്യമൊക്കെ ഉണ്ട്, ഞാൻ പറയാം. ഞാനറിയാതെ പല കാര്യങ്ങളും ഈ വീട്ടിൽ നടക്കുന്നുണ്ടല്ലേ മനു എന്ന് ചോദിക്കുമ്പോൾ അങ്കിൾ അറിയാതെ എന്ത് കാര്യം ഈ വീട്ടിൽ നടക്കുന്നത്? ഒരു കാര്യവും നടക്കുന്നതായിട്ട് എനിക്കറിയില്ലല്ലോ എന്ന് മനു പറഞ്ഞു. നീ എൻ്റെ മുന്നിലിരുന്ന് ഉരുളുമൊന്നും വേണ്ടാന്ന് ബാലചന്ദ്രൻ അന്നേരം മനുവിനോട് പറയാം. എന്നിട്ട് ഈ ഇരുന്ന കത്രിക എടുത്ത് മനുവിൻ്റെ നേരെ നീട്ടി. ഈ കത്രിക ഏതാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അന്നേരം മനു ഇങ്ങനെ നോക്കുമൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ഈ കത്രിക ഇത് ഹോസ്പിറ്റലുകാർ അലീനയുടെ വയറ്റിൽ നിന്നെടുത്ത് ആ ഒരു കത്രികയാണ്. അലീനയുടെ വയറ്റിൽ കുത്തിത്തറച്ച് നിന്നിരുന്ന ആ കത്രികയാണിത്. ആ കത്രിക എൻ്റെ കയ്യിലേക്ക് അവരിന്ന് തന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ കത്രിക എങ്ങനെയാണ് അലീനയുടെ വയറ്റിൽ കയറിയത് എന്നുള്ള കാര്യം അതിനെപ്പറ്റി നമുക്കൊരു നടത്തണ്ടേ, ഒരു അന്വേഷണം നടത്തണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അലീന അതൊക്കെ പറഞ്ഞതല്ലായിരുന്നോ എന്ന് മനു ബാലനോട് ചോദിക്കുക. അലീന പറഞ്ഞതല്ലേ നമുക്കറിയുള്ളൂ, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കത്രിക വെച്ച് ഇതിനകത്ത് വേറെ ആരുടെയെങ്കിലും ഫിംഗർ പ്രിൻറ്റോ മറ്റോ കാര്യങ്ങളോ ഒക്കെ പറ്റിയിട്ടുണ്ടോ, ഇതൊക്കെ നമുക്കൊന്ന് അന്വേഷിച്ചുകൂടെ മനു എന്ന് ചോദിക്കുമ്പോൾ മനു ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ പിറകെ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് മനു ചോദിക്കുമ്പം മനു നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നെനിക്കറിയാം, അലീന നിന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും എനിക്കറിയാം. പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്കും അറിയാം. അതുകൊണ്ട് നീ എൻ്റെ മുന്നിൽ അഭിനയിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. അലീനയ്ക്ക് വേണ്ടി നീ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനിയും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും മനു വല്ലാതെ ആയിട്ടോ. കാരണം ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമായി. അങ്കിൾ ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ളൊരിതിൽ. അപ്പം അങ്കിൾ ഇതെങ്ങനെ അറിഞ്ഞത്? അലീന പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ അവളോ എന്നോട് പറയാനോ? അവളുടെ തല പോയെന്ന് പറഞ്ഞാലും അവൾ ഇതെന്നോട് പറയുകയല്ലെന്ന് എനിക്കറിയാമെന്ന് ബാലചന്ദ്രൻ പറയാം. അതൊക്കെ ഞാൻ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് പിന്നീട് ഞാൻ വിശദമായി പറയാം. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു കാര്യം അത് വളരെ ഗൗരവമായി തന്നെ നമുക്ക് എടുക്കണം. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനിപ്പോൾ എന്ത് പരിഹാരം കാണാനാങ്കിളെ? ഹരിക്ക് വേണ്ടുന്നത് ഞാൻ വയറ് നിറയെ അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ ഹരിക്കുള്ളത് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ, ഇവിടെയുള്ളവൻ നീ എന്താ കൊടുത്തതെന്ന് ചോദിച്ചു. തെറ്റ് രണ്ടവന്മാരും കൂടെ ഒരുമിച്ചല്ലേ ചെയ്തതെന്നും ചോദിച്ചു. അത് പിന്നെ അങ്കിളെ ഞാനെന്ന അച്ഛൻ തോറ്റുപോയി മനു എന്ന് ബാലചന്ദ്രൻ എങ്ങനെ പറയാം? ഈ ഒരു കാര്യം ഇത് വൈജയന്തി അറിയണം എന്ന് ബാലൻ പറഞ്ഞു. അപ്പോൾ ആൻറ്റി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമാവണം. ഇവിടെ ഇട്ട ആ പെൺകുട്ടിയോട് അവൾ കാണിക്കുന്ന ക്രൂരതയും മര്യാദകേടും എത്രത്തോളമാണെന്ന് മനുവിന് അറിയില്ലേന്ന് ചോദിച്ചു. അവളുടെ മകൻ കാരണം ഹോസ്പിറ്റലിലായ ആ പെണ്ണിനെ
ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പോലും അവൾ ഒരു സ്വൈര്യം കൊടുത്ത് നിർത്താൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെയുള്ളവൾ അറിഞ്ഞേ പറ്റുള്ളൂ, അല്ലാതെ ഇതിങ്ങനെ മൂടി വെക്കേണ്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ബാലൻ പറയാം. ഇനി ഇതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചാലും ഇക്കാര്യം ഞാൻ അവളോട് പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ആൻറ്റി അതൊന്നും അംഗീകരിക്കില്ല, ഒരിക്കലും അലീനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ലെന്ന് പറയുമ്പോൾ ആർക്ക് വേണം അവളുടെ സപ്പോർട്ടെന്ന് ചോദിച്ചുകൊണ്ട് ബാലൻ ഇങ്ങനെ ദേഷ്യപ്പെടുക. എനിക്ക് അവളുടെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല, അലീനയ്ക്കും അവളുടെ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അലീന ഒരു പെൺകുട്ടിയാണെന്ന് തെളിയിച്ചതാണ് അവൾ മാനാഭിമാനമുള്ള അന്തസ്സുള്ള പെണ്ണാണെന്ന് തെളിയിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ പെങ്കൊച്ച് ഒരിക്കലും കള്ളം പറയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ബാലൻ ഇങ്ങനെ പറയുക. അവൾക്ക് നമ്മളാണ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്, ആരെന്ത് പറഞ്ഞാലും അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം ഇങ്ങനെ മനുവിനോട് പറയുക കേട്ടോ. അപ്പോൾ നീ തയ്യാറാണോ, നീ എൻ്റെ കൂടെ നിൽക്കുമോ എന്നിങ്ങനെ ബാലൻ ചോദിച്ചു. ഇപ്പം നീ നിന്നില്ലെങ്കിലും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ അങ്കിൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാനുണ്ടാകും അങ്കിളിൻ്റെ കൂടെ എന്ന് മനു അന്നേരം പറഞ്ഞു. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുന്നിടത്തേക്ക് അലീന വന്നു. കുടിക്കാനൊക്കെ ഉള്ളതായിട്ട് കൊണ്ട് കൊടുത്തു. എങ്ങനെയുണ്ട് അലീന, ഹെൽത്തൊക്കെ ഓക്കെ ആയോ എന്ന് മനു ചോദിക്കുമ്പോൾ ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല മനുവേട്ടാന്ന് പറഞ്ഞു. അവളുടെ ഹെൽത്ത് എങ്ങനെ ഓക്കെ ആവാനാ, മറ്റുള്ളവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ അവൾ വളരെ കാര്യമായിട്ട് നോക്കും, അവളുടെ കാര്യങ്ങൾ മാത്രം അവൾ നോക്കില്ല എന്ന് പറഞ്ഞു ബാലചന്ദ്രൻ ഇങ്ങനെ പറയുക. എന്തായാലും 2 ആഴ്ച കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ, മരുന്നും ഇതെല്ലാം കൃത്യമായി കഴിക്കണം കേട്ടോ, ഫുഡൊക്കെ കൃത്യമായി കഴിക്കണം കേട്ടോ എന്ന് മനു ഇങ്ങനെ അലീനയോട് പറഞ്ഞു. അങ്ങനെ ഇവർ ഇരിക്കുന്നപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു നിങ്ങൾ സംസാരിക്കും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു. ബാലൻ എന്നിട്ട് അവിടെ നിന്ന് പോയി ഫോൺ എടുത്ത് വൈജയെ വിളിക്കുക. അപ്പോൾ വൈജയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ വൈജ ഭയങ്കര തിരക്കിലാണ്, നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒന്ന് ഓടിപ്പിടിച്ച് എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല, കാരണം എനിക്ക് സൈറ്റ് വിസിറ്റ് ഉള്ളതാണെന്ന് പറയുമ്പോൾ നിർത്തിക്കൊള്ളണം നിൻ്റെ സൈറ്റ് വിസിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 2 ഒച്ച അങ്ങ് എടുത്തു നമ്മുടെ ബാലൻ. നിനക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ, നീ ഈ വീട്ടിലെ ഗൃഹനാഥയാണെന്ന് പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ, നീ 3 മക്കളുടെ അമ്മയാണെന്ന് പറയുന്നത് നിനക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ, നിന്റെ മക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിനക്കുള്ള ബോധമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ബാലചന്ദ്രൻ കുറേ ദേഷ്യപ്പെട്ടു. ബാലചന്ദ്രൻ ഇപ്പോഴെന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു. നിന്നോട് ഇവിടെ വരാൻ പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കണം, സൈറ്റ് വിസിറ്റും മറ്റുമൊക്കെ പിന്നീട്, ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ വൈജയെ നിന്നെ ഇവിടെ കണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയ്ക്ക് മൊത്തത്തിൽ കലിപ്പ് കയറി. എന്തായാലും ഇത്രയും പറഞ്ഞിട്ട് അവൾക്ക് കൂട്ടിരിക്കാനാണ് എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. അവൾക്ക് കൂട്ടിരുന്നാൽ എന്താടി കുഴപ്പം എന്ന് ബാലൻ തിരിച്ചു ചോദിക്കാം. നീയാണ് അവൾക്ക് കൂട്ടിരിക്കേണ്ടത്, ഈ ലോകത്ത് മറ്റാരുമല്ല, നീയാണ് അവൾക്ക് കൂട്ടിരിക്കേണ്ടത്, അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നിനക്കാണെന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവളോട് വരാൻ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തൊട്ടതേ ഭയങ്കര കലിപ്പായി വൈജയന്തി കലിപ്പെന്ന് പറഞ്ഞാൽ 1.5 കലിപ്പിച്ചിങ്ങനെ നിൽക്കുക. പിന്നെ ബാലൻ വിളിച്ചതല്ലേ, അലീനയുടെ കാര്യം കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല, പോയേ പറ്റുള്ളൂ. അങ്ങനെ വേഗം തന്നെ എടുത്ത് പിടിച്ച് പുള്ളിക്കാരി പോരുക. അങ്ങനെ പോന്ന് ഈ പറയുന്ന നമ്മുടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ വന്നു കോളിംഗ് ബെല്ലടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് ബബിതയൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ബബിത വന്ന് വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ മകളെ ഭയങ്കര കലിപ്പിൽ നോക്കി നിൽക്കുക. അമ്മയെ കണ്ടപ്പോൾ മനസ്സിലായി എന്തോ ഒരു വശപ്പശ കാണുന്നു. മോളന്നേരം അമ്മയോട് ചോദിച്ചു, എന്തു പറ്റി അമ്മയുടെ മുഖം എന്തോ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ പോയാൽ ഇത് മിക്കവാറും പ്രശ്നമാകും എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി ഇങ്ങനെ ആ പെങ്കൊച്ചിനോട് ദേഷ്യത്തോടെ ഒച്ചയ്ക്ക് സംസാരിച്ചിട്ട് അകത്തേക്ക് കയറി ചെല്ലുക. അങ്ങനെ ഭയങ്കര കലിപ്പിൽ എന്തോ മാല മറിക്കാനെന്നുള്ള രീതിയിൽ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ബാലൻ നേരെ റൂമിലുണ്ട്. ഈ സമയത്ത് നമ്മുടെ അലീന പാവം അവിടെ അടുക്കളയിൽ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കോ അയ്യോ അതിനെ ദഹിപ്പിക്കുന്ന നോട്ടമാണ് വൈജ നോക്കുന്നത്. ഈ അരച്ച് കലക്കി കൊടുത്താൽ പാടെ അങ്ങ് കുടിക്കും വൈജയന്തി അലീനെ, അങ്ങനത്തെ നോട്ടമാണ് നോക്കുന്നത്. എന്തായാലും വലിയ ആള് കളിച്ച് ജോലിയുടെ കാര്യവും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയതാവും. വിളിച്ചു വരുത്തിയില്ലേ, മുൾമുനയിൽ നിർത്തി കാൽച്ചൂട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ ബാലൻ വൈജയന്തിയെ. ഇനി അങ്ങോട്ട് വൈജയുടെ തൊലി പറിക്കുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. എന്തായാലും വൈജ അറിയും മകൻ്റെ കൊള്ളരുതായ്മയും മകൻ്റെ സ്വഭാവ ഗുണങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. താങ്ക് യു. സേ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.